ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുകൃതികളെ, സജ്ജനങ്ങളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ദേവീനാരായണീയം എന്ന ഗ്രന്ഥമാണ്. അതിൽ 1 മുതൽ 11 വരെയുള്ള ദശകങ്ങൾ നാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദശകം 12 അനുസ്മരിക്കുന്നത്. ഇന്നത്തെ പഠന ക്ലാസ്സിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന ശ്ലോകങ്ങൾ 5, 6, 7, 8 ഈ ശ്ലോകങ്ങളാണ്. ദേവി നാരായണീയം അല്ലേ എന്ന ഈ കൃതി ഒരു ദേവീ സ്തുതിയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥകർത്താവായ പ്രൊഫസർ ശ്രീ പാലേരി നാരായണ നമ്പൂതിരി പാറമേക്കാവിലമ്മയുടെ ഉത്തമ ഭക്തനും പണ്ഡിതാഗ്രേസരനുമാണ്. മഹാശക്തി സ്വരൂപിണിയുടെ, ആ ജഗദംബികയുടെ, കരുണാമയിയായ ജഗദംബികയുടെ അനുഗ്രഹം എല്ലാ സുകൃതികൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാ സുകൃതികളെയും ഈ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ദേവീനാരായണീയം ദശകം 12 ഉദധ്യജനനം. ശ്ലോകം 5 പാരായണം. പാരായണത്തിന് ശേഷം പദങ്ങളുടെ പദച്ഛേദം, അന്വയം, അർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം ശ്രവിക്കാം. ശ്ലോകം 5 പാരായണം.
കുലം പവിത്രം ജനനീ വിശുദ്ധ പിതാ ച സത്കർമ്മരതഃ സദാ മേ മയാ കൃതം നൈവ നിഷിദ്ധകർമ്മ തഥാപി മൂഢോസ്മി ജനൈശ്ച നിന്ദ്യഃ. ശ്ലോകം 6. ജന്മാന്തരേ കിം नु കൃതം മയാഘം കിം വാ ന വിദ്യാർത്ഥിജനസ്യ ദത്ത ഗ്രന്ഥോപ്യദത്തഃ കിമു പൂജ്യപൂജാ കൃതാ ന കിം വാ വിധിവൻ ന ജാനേ. ശ്ലോകം 7. നാ കാരണം കാര്യമിതീര്യതേ ഹി ദൈവം ബലിഷ്ഠം ദുരതിക്രമം ച തതോത്ര മൂഢോ വിഫലീകൃതോസ്മി വന്ദ്യധ്രുവന്നർജലമേഘവച്ച. ശ്ലോകം 8. ഇത്യാദി സഞ്ചിന്യ വനേ സ്ഥിതഃ സ കദാചിദേകം രുധിരാപ്ലുതാംഗം ഭീഭത്സരൂപം കിടിമേഷ പശ്യന്നയ്യയ്യ ഇത്യുത്സ്വനമുച്ചചാര. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 5. പദച്ഛേദം. കുലം പവിത്രം ജനനീ വിശുദ്ധ പിതാ ച സത്കർമ്മരതഃ സദാ മേ മയാ കൃതം ന ഏവ നൈവ എന്ന പദം ന ഏവ നിഷിദ്ധകർമ്മ തഥാപി മൂഢഃ അസ്മി ജനൈഃ ച നിന്ദ്യഃ. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. മേ കുലം പവിത്രം. മേ എൻ്റെ, അതായത് ഉദധ്യന്റെ. കുലം പവിത്രം, പരിശുദ്ധ, പവിത്രമാണ്. ജനനി വിശുദ്ധ. ജനനി അമ്മ, അമ്മ പരിശുദ്ധയാണ്. പിതാച അച്ഛനാകട്ടെ സദാ കർമ്മരത, എപ്പോഴും എല്ലായ്പ്പോഴും സത്കർമ്മം മാത്രം ചെയ്യുന്നവനാണ്. നിഷിദ്ധകർമ്മ, നിഷിദ്ധമായ കർമ്മം മയാകൃതം ന ഏവ, മയാകൃതം ന ഏവ, ഞാൻ ചെയ്തിട്ടേയില്ല. നിഷിദ്ധമായിട്ടുള്ള കർമ്മം ഞാൻ ചെയ്തിട്ടേയില്ല. തഥാപി അഹം, എന്നിട്ടും ഞാൻ ജനൈഹി നിന്ദ്യഃ, ജനങ്ങളാൽ നിന്ദിക്കപ്പെട്ടവനായി. മൂഢഃ ച അസ്മി, മൂഢനും ആയിത്തീർന്നിരിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ വിവരണത്തിലേക്ക്, ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഉദധ്യന്റെ മൂഢനാണല്ലോ ഉദധ്യൻ. ആ മൗഢ്യത്തിന് എന്താണ് കാരണം? ആ ഉദധ്യൻ ഗംഗാസ്നാനമൊക്കെ ചെയ്തു, പാപമൊക്കെ നശിച്ചു, ഗംഗാജലം സേവിക്കുകയും ചെയ്തു. പരമപുണ്യം നിറഞ്ഞ ആ ജലമാണ് സേവിച്ചത്. പിന്നെ വേദമന്ത്രങ്ങളൊക്കെ ആ മുനിമാരിൽ നിന്നും ശ്രവിച്ചു. അതെല്ലാം ശ്രോത്രേന്ദ്രിയത്തിലൂടെ അകത്തേക്കെത്തി. അതൊക്കെ ആ മന്ത്രങ്ങളൊക്കെ കേൾക്കുകയാണല്ലോ, അവിടെയാണല്ലോ താമസിച്ചത്. അപ്പോ ആ ഗംഗാനദീ തീരത്തുള്ള മഹർഷിമാര് ഉച്ചരിക്കുന്ന മന്ത്രങ്ങളെല്ലാം കേൾക്കുകയും ചെയ്തു. അത് കേട്ടതൊക്കെ ഈ ശ്രോത്രേന്ദ്രിയത്തിലൂടെ അകത്തേക്കെത്തി. അപ്പോൾ എന്തായി? ഉദത്തിന്റെ ഉള്ളിലുള്ള ദുഷ്ടസ്മൃതികളൊക്കെ ഇല്ലാതെയായി. അദ്ദേഹത്തിന് ആലോചനാ ബുദ്ധി വന്നു എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ എന്തുകൊണ്ടാ സാധിച്ചത്? ഇതെല്ലാം ജഗദംബയുടെ അനുഗ്രഹം കൊണ്ട് എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ശ്ലോകത്തില്. ഇവിടെ പറയണു, ആ ഉദധ്യൻ ആലോചിക്കാൻ തുടങ്ങി.
ചിന്തിക്കാൻ തുടങ്ങി. എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത്? കുലം പവിത്രം, എൻ്റെ കുലം പവിത്രമാണ്, പരിശുദ്ധമാണ്. എൻ്റെ അമ്മയും പരിശുദ്ധമാണ്. എൻ്റെ പിതാവാണെങ്കിലോ സദാ സത്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. എന്നാൽ ഞാൻ മയാകൃതം നൈവ നിഷിദ്ധകർമ്മം, ഞാൻ നിഷിദ്ധകർമ്മം ചെയ്തിട്ടേ ഇല്ല, ഞാൻ കർമ്മം തന്നെ ചെയ്തിട്ടില്ല, അല്ലേ? അങ്ങനെയാണ് ഈ ഉദത്യന്. തഥാപി മൂഢോസ്മി ജനൈഷ്ടനിന്ദ്യ, എന്നിട്ടും അങ്ങനെയുള്ള എന്നെ ജനങ്ങളൊക്കെ നിന്ദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കളിയാക്കപ്പെടാൻ തുടങ്ങി. കളിയാക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, അല്ലേ? ഒരു മൂഢനായിത്തീർന്നു, ഒരു ബുദ്ധിയില്ലാത്തവനായിട്ട് മാറി. ആ മൗഢ്യത്തിനൊക്കെ കാരണം എന്ത്? അങ്ങനെ അതാലോചിക്കുകയാണ് ഈ ഉദത്യൻ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് തുടങ്ങി. കുറേശ്ശെ ആയിട്ട് അയാൾ ആലോചിക്കാൻ തുടങ്ങി. ഈ ഉദത്തിന്റെ മൗഢ്യമൊക്കെ നീങ്ങി തുടങ്ങി എന്നാണ് ഈ ചിന്തകൾ തന്നെ. ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴേ മനസ്സിലാക്കാം ആ ഉദത്യന്റെ മൗഢ്യമൊക്കെ നീങ്ങി തുടങ്ങുകയാണെന്ന്. പിന്നെയോ ആലോചിച്ചു, ഈ ഉദത്യൻ ഞാൻ മൂഢനായിരിക്കുന്നു എന്നറിയാൻ മൂഢന് സാധിക്കുകയില്ല, അല്ലേ? ഈ മൗഢ്യത്തിന് കാരണം എന്ത് എന്നും ആ മൂഢന് ആലോചിക്കാൻ കഴിവില്ല. പക്ഷേ ഉദത്യന്റെ ചിന്ത എന്താണ്? എന്തിനാണ് എൻ്റെ ഈ മൗഢ്യത്തിന് എന്താണ് കാരണം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അടുത്ത ശ്ലോകത്തിൽ അയാളുടെ ചിന്ത തുടരുന്നത് നമുക്ക് കേൾക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ. ശ്ലോകം 6, പദച്ഛേദം. ജന്മാന്തരേ കിം नु कृतं മയാ അഘം, കിം വാ ന വിദ്യാ അർത്ഥി ജനസ്യ ദത്താ, ഗ്രന്ഥഃ അപി അദത്ത കിമു, പൂജ്യപൂജാ കൃതാ ന കിം വാ വിധിവത് ന ജാനേ. എന്താണ് ഇതിൻ്റെ ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം? ജന്മാന്തരേമയ, ജന്മാന്തരത്തിൽ ഞാൻ, അഘംകൃതം കിംന്നു, വല്ല പാപവും ചെയ്തിരിക്കുമോ? അർത്ഥീജനസ്യ വിദ്യ, അതായത് വിദ്യ ആവശ്യപ്പെട്ടു വന്നവന് വിദ്യ ന ദത്താ കിം വ, നൽകിയില്ല എന്ന് വരുമോ? ഗ്രന്ഥഃ അപി, ഗ്രന്ഥം പോലും അദത്തഃ കിമു, കൊടുത്തില്ല എന്ന് വരുമോ? പൂജ്യപൂജാവിധിവത്, പൂജകളൊക്കെ വേണ്ടും വണ്ണം യഥാവിധി കൃതാന കിം വ, ചെയ്തില്ല എന്ന് വരുമോ? ന ജാനേ, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 6-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ഉദത്യന്റെ ആലോചന അങ്ങനെ തുടരുകയാണ്, അയാളുടെ ചിന്ത. ഞാൻ മുജ്ജന്മത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവുമോ? അതോ വിദ്യ ആശിച്ചു വന്ന, അല്ലെങ്കിൽ വിദ്യ ആവശ്യപ്പെട്ടു വന്ന വിദ്യാർത്ഥിക്ക് വിദ്യ നൽകിയില്ല എന്ന് വരുമോ? വിദ്യാധനം സർവധനാൽ പ്രധാനം, അല്ലെ? ആ വിദ്യ കൊടുത്തു കഴിഞ്ഞാൽ അത് വർദ്ധിച്ചു വരും. കൊടുക്കും തോറും വർദ്ധിക്കുന്ന ഒരു അറിവ്, നമുക്ക് വിദ്യ എത്രത്തോളം പറഞ്ഞു കൊടുക്കുന്നോ അത് കൂടുതൽ അറിവ് ലഭിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ആ വിദ്യ. ഗ്രന്ഥോപ്യദത്തഃ കിമു, ഗ്രന്ഥം ആവശ്യമുള്ളവർക്ക് വേണ്ടതുപോലെ കൊടുക്കാതിരുന്നിട്ടുണ്ടാവുമോ? ഇതൊക്കെ ഉദത്യന്റെ ചിന്തയാണ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ ആരെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഞാനത് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലയോ? ഇനി പൂജാകൃതാനകിം, ഭഗവത് പൂജകളൊക്കെ വേണ്ടതുപോലെ ഞാൻ ചെയ്തില്ല എന്നുണ്ടോ? വിധിവൻ നജാനേ, എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ എന്ന്
ഉദത്യൻ പറയുകയാണ്. അതായത് ഉദത്യന്റെ ചിന്ത നോക്കൂ, വളരെ നല്ല ചിന്തയാണ്. അതായത് അവന്റെ ബുദ്ധി വരാൻ തുടങ്ങി. സംസർഗം കൊണ്ട് ഗംഗയിൽ സ്നാനം ചെയ്തു, ഗംഗാജലം കുടിച്ചു, മഹർഷിമാരുടെ മന്ത്രങ്ങളൊക്കെ കേട്ടു. അത് ശ്രോത്രേന്ദ്രിയത്തിൽ കൂടെ പോയപ്പോൾ ആ ദുഷ്ടചിന്തകളൊക്കെ പോയി നല്ല ചിന്തകൾ വരാൻ തുടങ്ങി. ചിന്തിക്കുകയാണ്, പൈതൃകദോഷമോ ഇഹജന്മത്തിൽ നിഷിദ്ധ കർമ്മങ്ങളോ ഒന്നും അല്ല തൻ്റെ ഈ മൗഢ്യത്തിന് കാരണം. ജന്മാന്തര ദോഷമായിരിക്കുമോ? അറിയാനുള്ള ആഗ്രഹവുമായി വിദ്യ പകർന്നു തരുവാൻ ഒരുവൻ സമീപിച്ചപ്പോൾ ജ്ഞാനിയായിട്ടുള്ള ഞാൻ വിദ്യ പകർന്നു കൊടുക്കണം, അല്ലേ? അത് ഞാൻ കൊടുത്തിട്ടില്ലയോ? ശരിക്കും അവന്റെ ധർമ്മം എന്താണ്? അജ്ഞാനിയായിട്ട് വരുന്ന ഒരാൾക്ക് ജ്ഞാനിയായിട്ടുള്ളവൻ വിദ്യ പകർന്നു കൊടുക്കണം, അല്ലേ? അതല്ലേ അവന്റെ ധർമ്മം. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ജ്ഞാനിയായിരുന്നുവോ? ജിജ്ഞാസുവിന് വിദ്യ നൽകാത്തത് കൊണ്ടായിരിക്കുമോ ഞാൻ ഈ ജന്മത്തിൽ മൂഢനായിപ്പോയത്? ഇനി വിദ്യ പകർന്നു കൊടുക്കാൻ സമയമോ സൗകര്യങ്ങളോ ഒന്നുമില്ല എന്ന് വന്നാൽ അതിനെ സംബന്ധിച്ചതായ ഗ്രന്ഥമെങ്കിലും ആ ജിജ്ഞാസുവിന് നൽകണം. അതും ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടോ? ഇനി ഇതൊന്നുമല്ല എങ്കിൽ പൂജ്യ യഥാവിധി ചെയ്തിട്ടില്ല എന്നും വരാം. നോക്കൂ, ഉദത്യന്റെ ചിന്ത എത്ര യുക്തിയുക്തമായിരിക്കുന്നു എന്ന് നമുക്കും ചിന്തിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 7. ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ന അകാരണം കാര്യം ഇതി ഈര്യതേ ഹി ദൈവം ബലിഷ്ഠം ദുരതിക്രമം ച തതഃ അത്ര മൂഢഃ വിഫലീകൃതഃ അസ്മി വന്ധ്യദ്രുവത് നിർജ്ജലമേഘവത് ച. ഈ ശ്ലോകങ്ങളുടെ ശ്ലോകത്തിലെ പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം. അകാരണം കാര്യം ന, കാരണമില്ലാതെ കാര്യമില്ല. ഇതീര്യദേഹി എന്നാണല്ലോ പറയപ്പെടുന്നത്, അല്ലെ? കാരണം എന്തെങ്കിലും ഒരു കാരണം, കാര്യം വേണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ദൈവം ബലിഷ്ഠം, വിധി അത്യന്തം ബലമുള്ളതും ആണ്. ദുരതിക്രമം ച, അതിനെ മറികടക്കാൻ ആർക്കും ആവില്ല, വിധിയെ തടുക്കാൻ ആർക്കും ആവില്ല. തതഃ അത്ര, അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ മൂഢഃ അസ്മി, ഞാൻ മൂഢനായി തീർന്നത്. അപ്പൊ അത് വിധിയാണെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ മൂഢനായി തീർന്നത്, ഇനി അത് എൻ്റെ വിധിയായിരിക്കുമോ എന്ന് ചിന്തിക്കുകയാണ്. വന്ധ്യധ്രുവത്, പൂക്കാത്ത മരം പോലെയും, നിർജ്ജലമേഘവത്, വെള്ളമില്ലാത്ത മേഘം പോലെയും, വിഫലീകൃത അസ്മി, വിഫലനാക്കിപ്പെട്ടിരിക്കുന്നു ഞാൻ. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം ഉദത്യൻ വീണ്ടും ചിന്തിക്കുകയാണ്. തൻ്റെ ഈ മൗഢ്യത്തിന് എന്തോ ഒരു കാരണമുണ്ട്. കാരണമില്ലാതെ കാര്യമില്ലല്ലോ, പക്ഷെ കാരണം അവ്യക്തമാണ് എന്ന് മാത്രം. ഇതെല്ലാം വിധിയാണ്, അത് അത്യന്തം പ്രബലവുമാണ്. ഒരു മരം നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു മരം ഉണ്ടെങ്കിൽ ആ മരം പൂക്കുന്നില്ലെങ്കിൽ പിന്നെന്താ അതുകൊണ്ടുള്ള ഫലം? അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? അതുപോലെ മേഘങ്ങളുണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല. ഇവ രണ്ടും ഒരുപോലെ വിഫലമാണ്, അല്ലേ? അപ്പോ ഉദത്യൻ ചിന്തിക്കുകയാണ്, താനും അതുപോലെ തന്നെയാണല്ലോ. ആ ഈശ്വരന്റെ പ്രവൃത്തി അത്ഭുതം തന്നെയാണ്. അകാരണം കാര്യം ന, കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. ഉദത്യന്റെ യുക്തി വിചാരമാണ് ഇതൊക്കെ. ഗംഗാ സാമീപ്യവും മഹർഷിമാരുടെ സംസർഗവും അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ വിദ്യയുടെ തിരി കൊളുത്തി. ആ അജ്ഞാന ദീപം വളരെ വളരെ നന്നായി തെളിഞ്ഞു കത്തുവാൻ തുടങ്ങി. ഗോപിലന്റെ ശാപമോക്ഷവും ഇപ്പോ ഇതാ ധന്യമായി കൊണ്ടിരിക്കുകയാണ്. കാരണമില്ലാതെ കാര്യമില്ല എന്നാണല്ലോ, അല്ലെ? വിധി വളരെ ബലിഷ്ഠമാണ്, അതിനെ മറികടക്കാൻ ആർക്കും എളുപ്പവുമല്ല. അതുകൊണ്ടായിരിക്കും ഞാൻ മൂഢനായി തീർന്നത്.
അതെ, ആ മൂഢനായിത്തീർന്നത് ഏതുപോലെയാണെന്നാ പറയുന്നത്? പൂക്കാത്ത മരം പോലെ, വെള്ളമില്ലാത്ത മേഘം പോലെ. അതായത് മേഘങ്ങളുണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല, വെള്ളമില്ല. അതുപോലെ എൻ്റെ ജീവിതവും വിഫലമായി പോയി, ഞാനും അങ്ങനെ തന്നെയായി എന്നാണ് ആ ഉദധ്യൻ ചിന്തിക്കുന്നത്. ശ്ലോകം 8 പദച്ഛേദം നോക്കാം. ഇത്യാദി സഞ്ചിന്യ വനേ സ്ഥിതഃ സ കദാചിത് ഏകം രുധിരാപ്ലുതാംഗം ഭീഭത്സരൂപം കിടിം ഏഷഃ പശ്യൻ അയ്യയ്യ ഇതി ഏകം കിടിം പശ്യൻ. ഇതി ഉത്സ്വനം, ഉത്സ്വനം ഉച്ചചാരം. ഇതി ഉത്സ്വനം ഉച്ചചാരം. ആ പദം ഛേദിക്കുമ്പോൾ ഇത്യുത്സ്വനം ഉച്ചചാര, ഇതി ഉത്സ്വനം ഉച്ചചാര. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം ഇത്യാദി സഞ്ചിന്യ, ഈ മട്ടിലൊക്കെ ചിന്തിച്ചുകൊണ്ട് വനേ സ്ഥിതഃ സ ഏഷഃ, കാട്ടിൽ കഴിഞ്ഞിരുന്ന ആ ഉദധ്യൻ കഥാചിത് ഒരിക്കൽ രുധിരാപ്ലുതാംഗം, മേലാകെ ശരീരമൊക്കെ രക്തമൊഴുക്കി, ഭീഭത്സരൂപം, വളരെ അറപ്പും വെറുപ്പും തോന്നിക്കുന്ന മട്ടില് ഏകം കിടിം പശ്യൻ. കിടിം എന്ന് വെച്ചാൽ ഒരു പന്നി, ഏകം ഒരു പന്നി ഓടി വരുന്നത് കണ്ടു. അത് കണ്ടപ്പോ അയ്യയ്യേ ഇതി, അയ്യയ്യേ എന്ന് ഉത്സ്വനം ഉച്ചചാര, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോ ഈ 8ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം, തൻ്റെ ജീവിതമൊക്കെ പൂക്കാത്ത മരം പോലെയും വെള്ളമില്ലാത്ത മേഘം പോലെയും ഒക്കെ ആയി, തൻ്റെ ജീവിതം അങ്ങനെയായി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പ്രകാരത്തിലൊക്കെ ചിന്തിച്ചുകൊണ്ട് കാട്ടിൽ കഴിയുന്ന ആ ഉദധ്യൻ ഒരിക്കൽ ദേഹം മുഴുവൻ രക്തമൊഴുക്കിക്കൊണ്ട്, കഥാചിത് രുധിരപ്ലുതാംഗം, ഒരിക്കല് ദേഹം മുഴുവൻ രക്തമൊക്കെ ഒഴുക്കിക്കൊണ്ട് ഭീഭത്സരൂപം, അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു സ്വരൂപം. ഏകം കിടിം പശ്യൻ, ഏകം കിടിം പശ്യൻ, അതായത് ഒരു പന്നി. കിടിം എന്ന് വെച്ചാൽ പന്നി കേട്ടോ. ആ ഉദധ്യൻ ഇങ്ങനെ മനോരാജ്യത്തിൽ എങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പന്നി ഓടി അവിടേക്ക് വന്നു. അങ്ങനെ ഓടി വരുന്നത് കണ്ടപ്പോ ആ ഓടി വരുന്ന പന്നി എങ്ങനെയാണ്? ആ പന്നിയുടെ ശരീരം മുഴുവൻ രക്തം ഒഴുകിയിരിക്കണം. അത് കണ്ടപ്പോ അദ്ദേഹത്തിന് വല്ലാതെ അറപ്പും വെറുപ്പും തോന്നി. പെട്ടെന്ന് തന്നെ എന്താ ആ ഉദധ്യൻ ശബ്ദിച്ചത്? എന്ത് ശബ്ദമാണ് ഉണ്ടാക്കിയത്? അയ്യയ്യേ എന്ന് ഉച്ചത്തിൽ, അറപ്പോട് കൂടിയിട്ട് അയ്യയ്യേ എന്ന് ഉച്ചത്തിൽ പറഞ്ഞുപോയി എന്നാണ് 8ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം ആ ജഗദംബയുടെ തൃപ്പാദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും വളരെയധികം ഭക്തിപൂർവം വിനയപൂർവം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വ്യാഖ്യാനം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാ